വയനാടിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. മിക്കയിടത്തും ഹെക്ടർ കണക്കിന് കൃഷി കരിഞ്ഞുണങ്ങി. വരും മാസങ്ങളിൽ വേനൽ കനക്കുകയാണെങ്കിൽ നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലേക്ക് അതിർത്തി ഗ്രാമങ്ങൾ മാറും. അത്രത്തോളം ദുരവസ്ഥയിലാണ് വയനാടെന്ന് ജില്ലയിലൂടെ യാത്ര ചെയ്ത പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പറയുന്നു. ഇപ്പോൾ വയനാട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പഠനമനുസരിച്ച് കേരളത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ വളരെ നിർണായകമായൊരു പ്രദേശമാണ്. പശ്ചിമഘട്ടം കേരളത്തിൻ്റെ ജലഗോപുരമാണ് എന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. ആ ജലഗോപുരം നമ്മൾ അടിച്ച് തകർത്തിരിക്കുന്നു. അത് തന്നെ കേരളത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ വരൾച്ചയുടെ കാരണമാണ്. അനധികൃത നിർമ്മാണത്തിന് സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നതും പ്രകൃതി ചൂഷണവുമാണ് വരൾച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. ഒപ്പം കാലാവസ്ഥയിൽ ആഗോളതലത്തിലുണ്ടാകുന്ന മാറ്റവും വയനാടിനെ സാരമായി ബാധിച്ചു. വരൾച്ചയെ തടയാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നതാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം. അല്ലെങ്കിൽ മരുഭൂമിക്ക് സമാനമായി ഒരു ഭൂപ്രദേശം മാറുന്നതിന് കേരളം സാക്ഷിയാകേണ്ടി വരും. മീഡിയ 1 വയനാട്.